തകരാറിലായി കിടന്നിരുന്ന കാർ ഉടമ അറിയാതെ ആക്രി കച്ചവടക്കാർക്ക് വിൽപ്പന നടത്തിയത് വട്ടക്കുളത്ത് നാടകീയ രംഗങ്ങൾക്ക് ഇടയാക്കി. അല്ല, ഇത് നമ്മളിവിടെ ഉപയോഗിക്കണേ നമ്മൾ 98 മോഡൽ വണ്ടിയാണ്. വളരെ വർഷങ്ങളോളം നമ്മൾ ഉപയോഗിച്ച ഒരു കാറാണിത്. പേഷ്യോ ഫ്രഞ്ച് മോഡലാണ്, ഫ്രഞ്ചാണ്. അപ്പോൾ അത് ഞങ്ങൾ പലരും വിന്റേജ് ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിർത്തിയ കാറാണ്. അത് പല കുട്ടികളും വന്നിട്ട് ഈ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന കുട്ടികളൊക്കെ വന്നിട്ട് ചോദിക്കുന്നത് കൊടുക്കുമെന്ന്. പക്ഷെ ഞാൻ കൊടുക്കൂല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പറഞ്ഞു എന്തായാലും കൊടുക്കൂല. ഞങ്ങളുടെ ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ ആണത്. ഞങ്ങൾക്ക് ഒരു വിന്റേജ് കാർ ഞങ്ങൾ വളരെ ഒരു ഐശ്വര്യമുള്ള വണ്ടി എന്ന് പറഞ്ഞാൽ ഇവിടെ ഇട്ടിക്കാണ്. പക്ഷെ അത് പാലക്കാട് കൊണ്ടുപോയിട്ട് റിനോവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കാശ് ചെലവാകും. അത് പ്രസാദ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്രണ്ടോടെ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് അവർക്ക് അഡ്വാൻസും കൊടുത്തിട്ടുണ്ട്. ഇത് തിന്ന് കൊണ്ടുപോകാൻ നാളെ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയിട്ടില്ല. ഇത് ഇടുമ്പോഴാണ് ഇന്നിപ്പോ വൈകുന്നേരം വണ്ടി JCB കൊണ്ട് മറ്റൊരു ആൾക്കാർ കൊണ്ടുപോകണം. വേഗം വൈഫ് വന്നിട്ട് അത് ഒബ്സ്ട്രക്ട് ചെയ്ത് എന്താ ഇപ്പൊ നിങ്ങൾ ചെയ്യണമെന്ന് ചോദിച്ചപ്പോ ഇവരൊക്കെ കൂടി പറഞ്ഞപ്പോ ഏതോ ഒരു വ്യക്തിയാണ് ഇപ്പൊ ഇത് കൊണ്ടുപോകണമെന്ന് അറിയാം. ഞങ്ങൾക്കൊന്നും അറിയില്ല. അപ്പൊ ഞങ്ങളുടെ RC ബുക്കും അതിന്റെ കറക്റ്റ് എല്ലാ എവിഡൻസും അതിന്റെ RC ബുക്കും ഒക്കെ ഞങ്ങളുടെ അടുത്തുണ്ട്. ഞങ്ങൾ വിന്റേജ് ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി വെച്ചതാണ്. അതാണ്. അപ്പൊ ഇത് കൊണ്ടുപോയിരുന്നവര് അപ്പോഴാണ് നിർത്തിയിട്ട് ഇപ്പൊ പോലീസിൽ ഞങ്ങൾ വിളിച്ച് പോലീസ് വന്നിട്ടുണ്ട്. അപ്പൊ ആരാണ് എന്താണെന്നുള്ള വിവരം അവർ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. വട്ടക്കുളം സ്വദേശി പരീച്ചി സിദ്ദിഖിന്റെ കാർ തകരാറിലായതിനെ തുടർന്ന് വർഷങ്ങളായി വീടിന് മുൻവശത്തെ റോഡരികിൽ നിർത്തിയിട്ടിരുന്നു. കഴിഞ്ഞ ദിവസം വൈകിട്ട് ഒരു സംഘം ലോറിയും മണ്ണുമാന്തി യന്ത്രവുമായെത്തി കാർ ലോറിയിൽ കയറ്റി കൊണ്ടുപോകാനുള്ള ശ്രമം ആരംഭിച്ചു. ഇതുകണ്ട് സിദ്ദിഖിന്റെ ഭാര്യ കാര്യമന്വേഷിച്ചു. പട്ടാമ്പിയിലെ സ്ക്രാപ്പ് സാമഗ്രികൾ വാങ്ങുന്ന സ്ഥാപനം നടത്തുന്നവരാണ് തങ്ങളെന്നും ഈ കാറിന് പഴയ സാധനങ്ങളുടെ തുക നൽകി കച്ചവടം ഉറപ്പിച്ചതാണെന്നും അവർ അറിയിച്ചു. ഇതിനിടെ സിദ്ദിഖും സ്ഥലത്തെത്തി. വാഹനം തങ്ങളുടേതാണെന്നും ആർക്കും വിൽപ്പന നടത്തിയിട്ടില്ലെന്നും സിദ്ദിഖ് പറഞ്ഞു. വിവരമറിഞ്ഞ് നാട്ടുകാരും തടിച്ചുകൂടി. ഒടുവിൽ ചങ്ങരകുളം പോലീസിൽ വിവരമറിയിച്ചു. പോലീസ് എത്തി വാഹനം കൊണ്ടുപോവാനെത്തിയവരെ ചോദ്യം ചെയ്തു. പടിഞ്ഞാറങ്ങാടിയിലുള്ള 21 വയസ്സുകാരൻ വഴിയരികിൽ കിടക്കുന്നത് തന്റെ വാഹനമാണെന്നും വിൽപ്പന നടത്താൻ താല്പര്യമുണ്ടെന്നും കച്ചവടക്കാരെ അറിയിക്കുകയായിരുന്നു. അയാൾ സ്ഥലത്തെത്തി വാഹനം കാണിച്ചു കൊടുക്കുകയും ചെയ്തു. കച്ചവടം ഉറപ്പിച്ച ശേഷം പണവും കൈപ്പറ്റിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വാഹനം കൊണ്ടുപോകാനായി സംഘം എത്തിയത്. ഒടുവിൽ പോലീസ് അവരുമായി പടിഞ്ഞാറങ്ങാടിയിലേക്ക് തിരിച്ചു. യുവാവിനെ ചോദ്യം ചെയ്തപ്പോഴാണ് തട്ടിപ്പ് പുറത്തായത്. യുവാവിനെ കസ്റ്റഡിയിലെടുത്ത് ചങ്ങരകുളം സ്റ്റേഷനിൽ എത്തിച്ചെങ്കിലും മധ്യസ്ഥ ചർച്ചയിൽ തുക തിരികെ നൽകണമെന്നും കാർ വാഹനത്തിൽ കയറ്റുമ്പോൾ ഉണ്ടായ തകരാറുകൾ പരിഹരിച്ചു നൽകുമെന്നും അറിയിച്ചതിനെ തുടർന്ന് കേസെടുക്കാതെ പ്രശ്നം അവസാനിപ്പിക്കുകയായിരുന്നു. CNTV എടപ്പാൾ.